എന്തിനാണ് പുതിയ സംവിധാനമെന്ന ചോദ്യം ബാക്കി നിർത്തിയാണ് സംയുക്ത പാർലമെന്ററി പാർട്ടി രൂപീകരിക്കാൻ UDF തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടിക്ക് പദവി നൽകുന്നതിന് വേണ്ടിയാണ് രൂപീകരണമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രമേശ് ചെന്നിത്തലയായിരിക്കും നേതാവെന്ന് ഉറപ്പായിട്ടുണ്ട്. കോൺഗ്രസ് ബേസ്ലൈറ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കും അതിൻ്റെ ലീഡർ. രണ്ടാമത്തെ കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും ആ സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ. അതുപോലെ കേരള കോൺഗ്രസ് ശുപാർശ ചെയ്യുന്ന നിർദ്ദേശിക്കുന്ന ആള് ജോയിന്റ് പാർലമെന്ററി പാർട്ടിയുടെ ചീഫ് വിപ്പ് ആയിരിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബിനും പദവി ലഭിക്കും. സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ ഉപനേതാവെന്ന നിലയിൽ PK കുഞ്ഞാലിക്കുട്ടിയായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലെത്തുകയെന്ന സൂചനയുമുണ്ട്. ജൂൺ 8-ന് ചേരുന്ന UDF യോഗത്തിലായിരിക്കും പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തന മേഖല നിശ്ചയിക്കുക. മീഡിയ 1 തിരുവനന്തപുരം.